മാസത്തിൻ്റെ മധ്യത്തിൽ ആരോഗ്യപരമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയും കരുതലും ആവശ്യമായി വരും. എങ്കിലും സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും സഹായം ലഭിക്കുന്നതിലൂടെ തടസ്സപ്പെട്ടു പോയ കാര്യങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. മാസത്തിൻ്റെ അവസാനത്തിൽ ഉത്രാട നക്ഷത്രക്കാർക്ക് കുടുംബപരമായി സന്തോഷം പങ്കിടാൻ അവസരം ലഭിക്കും. പ്രണയബന്ധങ്ങൾ കൂടുതൽ ശ്രദ്ധയും സംയമനവും പാലിക്കേണ്ടതാണ്. ഉത്രാട നക്ഷത്രക്കാർക്കുള്ള ദോഷപരിഹാരങ്ങൾ നോക്കുമ്പോൾ പക്ക പിറന്നാൾ തോറും ശിവക്ഷേത്ര ദർശനം നടത്തുക. ഞായറാഴ്ചയും ഉത്രാടവും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ സൂര്യക്ഷേത്ര ദർശനം നടത്തുക. ചൊവ്വ, ബുധൻ, വ്യാഴം എന്നീ ദശാകാലങ്ങളിൽ വിധിപ്രകാരമുള്ള ദോഷപരിഹാരം ചെയ്യുക. നിത്യവും സൂര്യനെ ശിവനെയും ഭജിക്കുക. അനുജന്മ നക്ഷത്രങ്ങളായ ഉത്രം, ഉത്രാടം എന്നീ ദിവസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ്. സൂര്യശാന്തി ഹോമം നടത്തുക, ഗുരുശാന്തി ഹോമം നടത്തുക, ശനിശാന്തി ഹോമം നടത്തുക. ഓരോ പാദക്കാർക്കും നിർദ്ദേശിച്ചിട്ടുള്ള മന്ത്രങ്ങൾ നിത്യവും കേൾക്കുകയും ചെയ്യുക. 2025 മെയ് മാസം ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് പൊതുവെ നല്ല ഫലങ്ങൾ നൽകുന്നൊരു മാസമാണ്. തൊഴിൽപരമായും സാമ്പത്തികമായും പുരോഗതി പ്രതീക്ഷിക്കുന്നുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയും കരുതലും ചെലുത്തേണ്ടത് അത്യാവശ്യമാണ്. നിർദ്ദേശിച്ചിട്ടുള്ള ദോഷപരിഹാര മാർഗങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ ഈ നക്ഷത്രക്കാർക്ക് കൂടുതൽ നല്ല ഫലങ്ങൾ നേടാനും പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യാനും സാധിക്കുകയും ചെയ്യും.